pepper. Bum 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 bum. ഹായ്, സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പറിൽ നിൽക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മറ്റൊന്നുമല്ല, സോൾട്ട് ആൻഡ് പെപ്പറിൽ നമ്മൾ കണ്ട ചില കാഴ്ചകൾ എന്തൊക്കെയാ അല്ലേ? എത്ര ഭക്ഷണ വൈവിധ്യങ്ങൾ. ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഓരോ രുചികൾ എൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ എൻ്റെ മൈൻഡിലൂടെയും പായുകയാണ്. അത് മാത്രമോ, സോൾട്ട് ആൻഡ് പെപ്പറിൽ നാം കണ്ടിട്ടുള്ള പ്രകൃതിയുടെ, കേരളത്തിന് അകത്തും പുറത്തുമായിട്ടുള്ള പ്രകൃതിയുടെ മനോഹാരിത, പ്രകൃതിയുടെ കാഴ്ചകൾ എന്തൊക്കെയല്ലേ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് സോൾട്ട് ആൻഡ് പെപ്പർ. ഇന്നും ഞാൻ അങ്ങനെ ഒരു യാത്രയിലാണ്, രുചി തേടിയുള്ള യാത്രയിൽ. സത്യത്തിൽ ഞാനിന്ന് നിൽക്കുന്നത്, ശരിക്കും ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഈ സ്ഥലം ഇനി ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല, ഹൈദരാബാദിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് അല്ലേ? പണ്ട് തൊട്ടേ നമുക്കറിയാം ഹൈദരാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നഗരമാണ്. ഇപ്പോൾ ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സ്ഥലമുണ്ട്, ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, കറക്റ്റ്, നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ദാറ്റ് ഈസ് രാമോജി ഫിലിം സിറ്റി. രാമോജി ഫിലിം സിറ്റിയുടെ മെയിൻ എൻട്രൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മെയിൻ എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈദരാബാദിൽ നിന്ന് വിജയവാഡ നാഷണൽ ഹൈവേ, അതിലൂടെ നമ്മളൊരു 30 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരുമ്പോഴേക്കും രാമോജിയുടെ മെയിൻ എൻട്രൻസിലെത്തും. മെയിൻ എൻട്രൻസിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം. സത്യത്തിൽ ഇനി ഞാനൊന്നും പറയുന്നില്ല, കാരണം ഞാൻ കടന്നു പോകാൻ പോകുന്നത് അത്ഭുതങ്ങളുടെ ലോകത്താണ്. കറക്റ്റ്, ദ വേൾഡ് ഓഫ് മിസ്റ്ററി. രാമോജി ഫിലിം സിറ്റിയുടെ മെയിൻ എൻട്രൻസ് കടന്നു വന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്, ഈ മനോഹരമായ ഒരു ബോർഡിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീപാവലിയോടനുബന്ധിച്ചിട്ടുള്ള രാമോജി ഫെസ്റ്റീവ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കലാപരിപാടികൾ, പിന്നെ നമ്മൾ അതിശയിപ്പിക്കുന്ന കുറേ കാഴ്ചകൾ, അതായത് ഫുള്ളി ഈ രാത്രി വന്നു കഴിഞ്ഞാൽ സ്വപ്നതുല്യമായ ഇലുമിനേഷനൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ആസ്വദിച്ച് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. ആ കാര്യത്തിൽ എനിക്കും കിട്ടി ചെറിയൊരു ഭാഗ്യം. ഈ സമയത്ത് സോൾട്ട് ആൻഡ് പെപ്പർ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ ആദ്യം കടന്നു വന്നപ്പോൾ കണ്ടത് ഈ കാണുന്ന വിശാലമായ ഒരു പാർക്കിംഗ് ആണ്. ഇത് ഈ രാമോജി ഫിലിം സിറ്റി സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ആണ്. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാമോജിയുടെ തന്നെ ബസ്സുകളുണ്ടാവും. ആ ബസ്സിലേക്ക് ഈ മെയിൻ എൻട്രൻസിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. സ്റ്റുഡിയോയിലേക്ക് പോകാൻ ഇനിയും കുറച്ച് ദൂരം നമ്മൾ ട്രാവൽ ചെയ്യണം ഈ മെയിൻ എൻട്രൻസിൽ നിന്ന്. പിന്നെ ഇവിടുത്തെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ടൂർ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വരണമെന്നൊക്കെ ഒരു ഇത് അറിയണ്ടേ. അപ്പോൾ ഇവിടെ വരികയാനായിട്ട് നമുക്ക് ഇവിടുത്തെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആ ഉദയനാട് തരത്തിൽ നമ്മൾ കണ്ടില്ല റെഡ് ബസ്, ആ ബസ്സിലാണ് ഇതിനകത്തോട്ട് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിന് പെർ ഹെഡ് 1250 രൂപയാണ്. പിന്നെ കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. അത് നമുക്ക് 5 സ്റ്റാർ ഫെസിലിറ്റിയൊക്കെ അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും അത് 2350 രൂപ, അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ നല്ല തിരക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ പല സ്ഥലത്തും സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. പിന്നെ ഇനി എന്താണ് പറയേണ്ടത്, ഇന്ത്യയിലെ അത്ഭുതമായിട്ടുള്ള പല സിനിമകളും പിറന്ന ഒരു സ്ഥലം കൂടെയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലാൻ പോകുന്നത്. എല്ലാം കൂടെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാഴ്ചകളൊക്കെ കാണണ്ടേ. അതിലേക്ക് ഞാൻ നേരെ രാമോജിയുടെ അകത്തേക്ക് എൻട്രൻസ് കഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴാണ്. ഞാൻ തൽക്കാലം നമ്മുടെ കൗമുദിയുടെ ബസ്സുണ്ട്, നമ്മുടെ മിനി വാൻ, അതിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ വരൂ, ഇനിയുണ്ട് ഒരുപാട് കാഴ്ചകൾ. ഇതാണ് രാമോജിയുടെ സൈനേജ്, രാമോജി ഫിലിം സിറ്റിയുടെ സൈനേജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നമ്മൾ ഹോളിവുഡ് എന്ന് ആ മലയിൽ സ്ഥാപിച്ചിരിക്കുന്നില്ലേ, അതുപോലെ രാമോജിയുടെ സൈനേജ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിലും ഭീമാകാരമായ ഒരു സൈനേജാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്രയോ കിലോമീറ്റർ ബാക്കിൽ നിന്ന് നോക്കിയാൽ പോലും ഈ രാമോജിയുടെ ഈ സൈനേജ് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഈജിപ്ഷ്യൻ തിയേറ്ററിക് കൾച്ചറിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഭീമാകാരമായ ഒരു സൈനേജാണ് കേട്ടോ. ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് ഇവിടെ നിന്ന്. ഇനി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 7 കിലോമീറ്റർ അടുത്ത ഗേറ്റിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ട ടൈമുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത് ഒരുപാട് സമയം കളയുന്നില്ല.
അപ്പോൾ മനോഹരമായ ഈ സൈനേജ് പിന്നിട്ടുകൊണ്ട് ഞാൻ വീണ്ടും യാത്ര തുടരുന്നു, സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര. അങ്ങനെ 7 കിലോമീറ്റർ പിന്നിട്ട് യാത്ര ചെയ്ത് പിന്നിട്ട് ഫസ്റ്റ് ഗേറ്റിൽ നിന്ന് സെക്കൻഡ് ഗേറ്റ്, അതായത് മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനകത്തോട്ടാണ് ഇനി ലോക സിനിമയുടെ വിസ്മയമായി നിലകൊള്ളുന്ന, അതായത് ഏകദേശം 2000 ഏക്കറിൽ ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഈ രാമോജി ഫിലിം സിറ്റി. സത്യത്തിൽ ഞാൻ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഒരു നടൻ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കടന്നു പോകാൻ പോകുന്നത്. യെസ്, എന്നെ വെൽക്കം ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് ഇവിടെ രാമോജി ഫിലിം സിറ്റി അറിയപ്പെടുന്നത്. വേൾഡ് ഓഫ് സിനിമ എന്നാണ് അറിയപ്പെടുന്നത്. വേൾഡ് ഓഫ് സിനിമയിലേക്ക് ഞാനിതാ കുഞ്ഞു കലാകാരൻ എൻട്രി ചെയ്യുന്നു. അങ്ങനെ രാമോജി ഫിലിം സിറ്റിയുടെ പ്രധാന 2 കവാടങ്ങൾ പിന്നിട്ട് ഇതിനകത്തേക്ക് വരുമ്പോൾ ഒരു വലിയ വൃക്ഷം കണ്ടു. ഒരു ആൽമരമാണത്. ഈ ആൽമരത്തിന് ഒരു കഥയുണ്ട്. ആ കഥ പറഞ്ഞു തന്നെ രാമോജി ഫിലിം സിറ്റിയുടെ കാഴ്ചകൾ നമുക്ക് തുടങ്ങാം. ഈ മരത്തിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീ രാമോജി റാവു, അദ്ദേഹം ഈ ഫിലിം സിറ്റി, രാമോജി ഫിലിം സിറ്റി സ്റ്റാർട്ടായിട്ട് ഇപ്പോൾ 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടുണ്ട്. അതിനും 2.5 പതിറ്റാണ്ട് മുൻപ് അദ്ദേഹം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വേളയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ക്രൂ മെമ്പേഴ്സും കൺസ്ട്രക്ഷൻ, ഇവിടുത്തെ നിർമ്മാണ പുരോഗതികളെല്ലാം വിലയിരുത്തിയിരുന്ന ഓഫീസിലാണ് സത്യത്തിൽ ഞാൻ ഈ നിൽക്കുന്നത്. ഈ ആൽമര ചുവട്ടിലിരുന്നായിരുന്നു ഈ വരുന്ന സ്വപ്നതുല്യമായ ഈ ഒരു സ്റ്റുഡിയോയുടെ നിർമ്മാണവും നടത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ ക്രൂസും ഇവിടെ നിന്ന് ഡിസൈൻ ചെയ്തതും പ്രാരംഭ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടിരുന്നത്. എത്ര മനോഹരമായ ഒരു സങ്കല്പവും കഥയും അല്ലേ! ഒരു ആൽമര ചുവട്ടിലിരുന്ന് അതിൻ്റെ ഒരു വിഷനുള്ള ഒരാൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിയന്ത്രിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് ആക്ച്വലി ശരിക്കും. അപ്പോൾ ഈ രാമോജി ഫിലിം സിറ്റിയുടെ കഥ പറഞ്ഞു തുടങ്ങാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ വൃക്ഷരാജനെ മനസ്സിൽ നമിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. വരൂ. ഇതാണ് മനോഹരമായ സൺ ഫൗണ്ടൈൻ. ഇതിന് നമ്മുടെ മലയാള സിനിമകളിൽ പല സിനിമകളിലൂടെയും നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് കൺസ്ട്രക്ഷനാണ് ഈ സൺ ഫൗണ്ടൈൻ എന്ന് പറഞ്ഞാൽ. ഇത് ഗോഡ് ഓഫ് സണ്ണാണ് നിൽക്കുന്നത്. അദ്ദേഹം 7 കുതിരകളെ തെളിച്ച് കൊണ്ടുപോകുന്ന സൂര്യദേവനെയാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത സിനിമകൾ മാത്രമല്ല, ഇവിടെ ഈ ഒരു സൺ ഫൗണ്ടൈൻ്റെ ഈ ഒരു മനോഹരമായ ലോണിൽ വെച്ചിട്ട് വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഗെറ്റ് ടുഗദർ, അതുപോലെ വെഡ്ഡിങ് പാർട്ടി, അതൊക്കെ ഇവിടെ നടക്കാറുണ്ട്. സൂര്യദേവൻ 7 കുതിരകളെ തെളിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എണ്ണി നോക്കിയല്ലേ, അപ്പോൾ 4 എണ്ണേ കണ്ടുള്ളൂ അല്ലേ. ഈ 4 കുതിരകളെന്ന് പറയുമ്പോൾ നമ്മുടെ സീസൺസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സമ്മർ, വിൻ്റർ, സ്പ്രിംഗ്, ഓട്ടം, അങ്ങനെ നമ്മുടെ 4 സീസൺ ഉണ്ടല്ലോ, ആ സീസണെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതാണ് ഈ പ്രതിമയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ ഈ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ. ഇനിയുണ്ട് ഇവിടെ കുറേ മനോഹരമായ കാഴ്ചകൾ. അതെല്ലാം കണ്ടു വരുമ്പോഴേക്കും ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. രുചിക്കൂട്ടിൽ ഇനിയൊരു ടേസ്റ്റി ബ്രേക്ക്. ടേസ്റ്റി ബ്രേക്കിൽ നിന്ന് രുചിക്കൂട്ടിലേക്ക് തിരിച്ചു വരികയാണ് സോൾട്ട് ആൻഡ് പെപ്പറിൽ. അപ്പോൾ നമ്മൾ ഇവിടെ രാമോജി ഫിലിം സിറ്റിയിലെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു.
തീർന്നിട്ടില്ല കേട്ടോ. വരും എപ്പിസോഡുകളിൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് സമയമായി നമ്മുടെ ഭക്ഷണത്തിലേക്ക് എത്താനായിട്ട്. നമുക്ക് ഹൈദരാബാദിൽ വന്നിട്ട് എന്ത് ഭക്ഷണം, എന്തിൻ്റെ റെസിപ്പി ഇന്ന് നമുക്ക് റിവീൽ ചെയ്യാമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന ഹൈദരാബാദിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമുണ്ട്. അത് കറക്റ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അത് തന്നെയാണ് ഹൈദരാബാദി ദം ബിരിയാണി. ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമീദ ബീഗം എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. മാഡത്തെക്കുറിച്ച് ഞാൻ 2 വാക്കൊന്ന് പറഞ്ഞോട്ടെ. മാഡം എന്ന് പറയുന്നത് വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശിൽ അറിയുന്ന ഒരു ഇൻ്റർനാഷണൽ പ്രശസ്തയായിട്ടുള്ള ഒരു ഷെഫാണ്. വളരെ സീനിയർ മോസ്റ്റ് ആണ്. പിന്നെ മാഡം ഒരുപാട് റെസിപ്പികളെക്കുറിച്ച് ബുക്സ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ മാഡത്തിൻ്റെ ഈ കുക്കിങ്ങിനെ കുറിച്ച് DVDs ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മാഡത്തിൻ്റെ ഭക്ഷണം ഇവിടെ വന്ന് കഴിക്കുമ്പോൾ മാഡം ആ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് DVD കോംപ്ലിമെൻ്ററി ആയിട്ടും കൊടുക്കാറുണ്ട്. വലിയൊരു വ്യക്തിയാണ്. അപ്പോൾ മാഡം നമസ്തേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് വി നീഡ് ടു കുക്ക് ദിസ് ബിരിയാണി? ഫസ്റ്റ് ബ്രൗൺ ഓണിയൻ, അതായത് ഓണിയൻ ചെറുതായിട്ട് നമ്മൾ വഴറ്റിയെടുത്ത് ബ്രൗൺ ഓണിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, ഷാജീര, അതായത് നമ്മുടെ ജീരകം, ഗീ, സാൾട്ട്, ഓക്കെ, മിക്സ് ഗരം മസാല, ഓക്കെ, ലെമൺ ജ്യൂസ്, ബാസ്മതി റൈസ്, റോസ് വാട്ടർ, പിന്നെ ചിക്കൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തീ കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഈ വെള്ളം ചൂടായി വരും. ഓൾറെഡി നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് ചേർത്തതെന്ന് ഞാൻ ചോദിച്ചു നോക്കാം. മാഡം, സെയിം മസാല, ഈ ഇരിക്കുന്ന മസാലയൊക്കെ തന്നെയാണല്ലേ? നമ്മൾ ഈ പറഞ്ഞ മസാലകൾ തന്നെ അതിലൊന്ന് നേരത്തെ എല്ലാം കൂടെ ഒന്ന് കുഴച്ച് ചേർത്ത് അത് സെറ്റാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. തന്നെ കുറച്ച് നെയ്യൂടെ, ലെമൺ ജ്യൂസ്, ഷാജീര. ബസ്മതി റൈസ് അതൊന്ന് വെള്ളത്തിൽ നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചപ്പോഴേക്കും അതാ നമ്മുടെ അരി അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ 15ഓളം, അതായത് 5 സ്റ്റാർ തൊട്ട് അങ്ങ് താഴോട്ട് ഓരോ സ്റ്റാർ ഗ്രേഡ് 15ഓളം ഹോട്ടൽസ് ഇതിനകത്തുണ്ട്. അവിടെ എല്ലാം മാഡമാണ് അവരുടെയൊക്കെ ഹെഡ് എന്ന് പറയുന്നത്. മാഡത്തിൻ്റെ അസിസ്റ്റൻസ് ആയിട്ട്, അതായത് ചീഫ് ഷെഫുമാരായിട്ട് ഒരുപാട് പേരുണ്ട്. അവരും പുലികളാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സിത്താര 5 സ്റ്റാർ ഹോട്ടലാണ്. 5 സ്റ്റാർ, അതായത് നമ്മുടെ ബാഹുബലി സമയത്ത് പ്രഭാസും അതിൻ്റെ ഡയറക്ടറും ഒക്കെ വന്ന് താമസിച്ച അതേ ഹോട്ടൽ, അവർ കഴിച്ച അതേ കൈപുണ്യമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് കുക്ക് ചെയ്ത ചിക്കനാണ്. അതിലേക്ക് ഒരു ഹാഫ് കുക്ക്ഡ് എന്ന് പറയാം. അതിലേക്ക് നമ്മൾ ഈ ചൂടായ റൈസ് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ അവിടുത്തെ ബിരിയാണിയൊക്കെ തയ്യാറാക്കും പോലെ തന്നെയാണ് അല്ലേ? നമ്മൾ ആദ്യം ഗീ, നെയ്യ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ആഡ് ചെയ്തിരിക്കുന്നു. റോസ് വാട്ടർ നമുക്ക് മേടിക്കാൻ കിട്ടും. മിന്റ് ലീഫ്, നമ്മുടെ പുതിനയില. ബ്രൗൺ ഓണിയൻ, ബ്രൗൺ കളറിൽ വഴറ്റിയെടുത്തു. നമ്മുടെ കുങ്കുമപ്പൂ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഫ്ലേവറും കളറും ഒക്കെ ആയിട്ട് അത് ആഡ് ചെയ്യാണ്. നമ്മുടെ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, ഹൈദരാബാദി ബിരിയാണി വ്യത്യസ്തമാകുന്നത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രസൻസ് ആണെന്ന് തോന്നുന്നു, കുങ്കുമപ്പൂവിൻ്റെ. ഓക്കെ, വീണ്ടും കുറച്ച് ബോയിൽ വാട്ടർ അതിൻ്റെ മുകളിലേക്ക് ചേർക്കുകയാണ്. അതായത് നമ്മുടെ ഈ സ്റ്റോക്ക് വാട്ടർ.
ഫിനിഷ്. ഇനി ദം ചെയ്യാണ്. ദം ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഈ കുറച്ച് സമയം എടുത്തുള്ളെങ്കിലും 20 മിനിറ്റോളം ഇതിവിടെ തന്നെ ഇരുന്ന് കുക്കാവുകയായിരുന്നു. അങ്ങനെ ഈ സമയത്ത് ഞാൻ മാഡത്തിനോട് ഈ ബിരിയാണിയുടെ ചില കഥകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ ഞാനിപ്പോൾ പറഞ്ഞുതരാം. മാഡം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് ബിരിയാണി റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി വിൽ റെഡി. അപ്പോൾ കഥയെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഹൈദരാബാദ് നിസാമിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയത് ഇന്ത്യയിൽ തന്നെ. ബിരിയാണിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ശരിക്കും ഹൈദരാബാദിലാണ്. ഈ ബിരിയാണിയാണ് പിന്നെ പല നാടുകളിലേക്ക് എത്തി. നമ്മുടെ നാടിൻ്റെ കോഴിക്കോടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. ഹമീദ ബീഗം മാഡത്തിൻ്റെ മറ്റൊരു സ്റ്റോറി ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അതായത് മാഡത്തിൻ്റെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് നിസാമിൻ്റെ ഷെഫായിരുന്നു. അതായത് നിസാം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് റൂളറിൻ്റെ ഷെഫായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അറിവുകളാണ് മാഡത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും മുതൽക്കൂട്ടായിട്ടുള്ളത്. മാഡം 11 കളറിലും 11 രുചിയിലുമുള്ള നമ്മുടെ ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ഇത് പല രുചിയാണ്, പല കളറാണ്. ഇതാണ് പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ പല രീതിയിൽ തൃപ്തിപ്പെടുത്തുന്നത് ഈ മാഡത്തിൻ്റെ കൈപ്പുണ്യമാണ് സത്യത്തിൽ ഇവിടെ അല്ലേ. നമുക്കറിയാം ഈ രാമോജി ഫിലിം സിറ്റി വിസിറ്റ് ചെയ്യാൻ പല സൈഡ് ഇന്ത്യയുടെ പല പാർട്ടിൽ നിന്നും ആൾക്കാർ വരുന്നതാണ്. അവരുടെ എല്ലാം ടേസ്റ്റ് മാഡത്തിന് അറിയാം, കാണാപ്പാടം എന്നുള്ളതാണ്. പിന്നെ മാഡം കുവൈറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഷെഫായിട്ട്. അങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. മാഡം ഓപ്പൺ ചെയ്യാം? ഓക്കെ. യെസ്. അപ്പോൾ ബിരിയാണി തയ്യാറായി. ഇനി അത് പ്ലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ബിരിയാണി ഇത് പ്ലേറ്റ് ചെയ്യുന്നില്ല, അതായത് സെർവ് ചെയ്യുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്നാണ് മാഡം പറഞ്ഞത്. അതായത് നമുക്കറിയാം ഇതിൻ്റെ ഈ ചിക്കൻ്റെ പീസെല്ലാം ഇതിൻ്റെ അടിയിൽ വരണം, അതിൻ്റെ മുകളിൽ ചോറ് വരണം. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് പീസ് പൊക്കിയെടുക്കാം, എന്നിട്ട് കഴിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു 5 സ്റ്റാർ ഹോട്ടലിലൂടെയാണ്. അപ്പോൾ സെർവിങ് ഒക്കെ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നോട് എന്നെ കണ്ടിട്ട് ഒരു തടിയനാണെന്ന് തോന്നിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇനി ഒരുപാട് പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ. അതിൽ കുറച്ചുകൂടെ ഓണിയൻ അതിൻ്റെ മുകളിലിട്ടു. ഒരു മുട്ട നമ്മളവിടത്തെ പോലെ ഇങ്ങനെ മുഴുവനായിട്ടല്ല വയ്ക്കുന്നത്, അതിന് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഇതിനു മുമ്പ് ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഹൈദരാബാദി ബിരിയാണി. ഫസ്റ്റ് ടൈം ഐ ആം ഗോയിങ് ടു ഈറ്റ് ഹൈദരാബാദി ദം ബിരിയാണി. ഫസ്റ്റ് ടൈം? യാ. Can I eat full? No problem. No problem. ഭയങ്കര രുചി കേട്ടോ, അടിപൊളി. നമ്മളെ ബിരിയാണി ഇതിൻ്റെ 7 ആയാലും തരൂല്ല, ഉള്ള കാര്യം പറയാം, സത്യസന്ധമായിട്ട് പറയാണ്. മാഡം ഇറ്റ്സ് വെരി എക്സലന്റ്, സൂപ്പർ. ഓക്കെ, താങ്ക് യു സർ. യു ആർ എ മാസ്റ്റർ ഓഫ് ബിരിയാണി. എനിക്കിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഗംഭീരം കേട്ടോ. ഇത് പറ്റുമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ രാമോജി ഫിലിം സിറ്റി വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഹൈദരാബാദി ബിരിയാണി മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ അറിയണ്ടേ? അതിലേക്കായി ഇതാ വരുന്നു സോൾട്ട് ആൻഡ് പെപ്പറിൽ ഒരു റീക്യാപ്പ്. അപ്പോൾ രാമോജി ഫിലിം സിറ്റി, ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയും ഉണ്ട് ഒരുപാട് കാഴ്ചകൾ. നിങ്ങളൊരു കാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ കാഴ്ചകളൊക്കെ വരും എപ്പിസോഡുകൾ പുറകെ വരുന്നുണ്ട്. തൽക്കാലം ഇന്നത്തെ കാഴ്ചകളും ഇന്നത്തെ ഈ ഹൈദരാബാദി ബിരിയാണി എന്ന അത്ഭുത പ്രതിഭാസവും കൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങുകയാണ്. തുടർന്ന് രാമോജി ഫിലിം സിറ്റിയിലെ ഇനിയും ഒരുപാട് ഇഷ്ടപ്പെട്ട കാഴ്ചകൾ, നിങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരും. മാഡം വളരെ നന്ദി. അപ്പോൾ ഞങ്ങൾ ഈ മാഡത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ തൽക്കാലം ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് പടിയിറങ്ങുകയാണ്. പകരം അടുത്ത ആഴ്ച മറ്റു ചില കാഴ്ചകളും നല്ലൊരു വിഭവമായിട്ട് ഞാൻ വന്നിരിക്കും. അപ്പോൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യാമല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ടാറ്റാ, ബൈ.